നസ്രത്തിലെ തുടർ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മംഗളവാർത്താ ദേവാലയത്തിലെ ദിവ്യബലിക്ക് ശേഷം ഈശോ പഠിപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന സിനഗോഗിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. 12-ാം നൂറ്റാണ്ടിൽ കുരിശ് യുദ്ധക്കാർ നിർമ്മിച്ച പള്ളിയാണ് സിനഗോഗ് പള്ളി. പാരമ്പര്യമനുസരിച്ച് റോമൻ കാലഘട്ടത്തിലെ ജൂത സിനഗോഗ് ഈ സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെയാണ് ഈശോ ആദ്യം പഠിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നത്. 18-ാം നൂറ്റാണ്ട് വരെ ഫ്രാൻസിസ്കന്മാരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ സിനഗോഗ്. പിന്നീട് ഗ്രീക്ക് കത്തോലിക്കർക്ക് ഇത് കൈമാറി. പ്രധാന കവാടത്തിന് മുകളിലായി അറബിയിലും ഇംഗ്ലീഷിലും സിനഗോഗ് എന്ന ആലേഖനം ചെയ്തിരിക്കുന്നത് കാണാം. പ്രധാന കവാടത്തിൽ നിന്ന് 7 പടികൾ താഴേക്കും പുരാതന തൂണുകൾ പടിക്കെട്ടുകളുടെ ഇരുവശങ്ങളിലും കാണാം. യേശു സിനഗോഗിൽ പ്രസംഗിക്കുന്ന രംഗമുള്ളൊരു ചിത്രവും ബലിപീഠത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1900-ലെ സിനഗോഗിനുള്ളിലെ ഇന്റീരിയറാണിത്. അതായത് നസ്രത്ത് പട്ടണത്തിൽ അവർക്ക് പൊതുവായിട്ടുണ്ടായിരുന്ന പ്രാർത്ഥിക്കുവാനായിട്ടുണ്ടായിരുന്ന സിനഗോഗ് ഉണ്ടായിരുന്ന സ്ഥലമാണിത്. ഓക്കെ, ഈശോ പഠിപ്പിച്ചിരുന്ന സിനഗോഗ്, ഈശോ പ്രാർത്ഥിക്കുവാനും പഠിപ്പിക്കുവാനുമായി സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന സിനഗോഗ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ സ്ഥലത്ത്. നമ്മൾ അവിടെയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ആ വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. അതായത് പ്രവാചകൻ സ്വന്തം പട്ടണത്തിൽ തിരസ്കരിക്കപ്പെടും എന്ന വചനം പ്രവൃത്തിയിൽ വന്ന അല്ലെങ്കിൽ പൂർത്തിയായ സ്ഥലമാണ് ഇത്. ഓക്കെ, ഈശോ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവിടെ നിന്നാണ് ഈശോ അപമാനിതനായി പുറത്താക്കപ്പെടുകയും ഇവിടെ നിന്നാണ് ഈശോയെ നസ്രത്തിലെ ഏറ്റവും ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് തള്ളിയിടാൻ നോക്കി. പക്ഷേ ഈശോ ആർക്കും മടി കൊടുക്കാതെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നടന്നു പോയി എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ഇവിടെ നിന്ന് നസ്രത്തിലെ ഏറ്റവും ഉയർന്ന മലയിലേക്ക് ഈശോയെ തള്ളിയിടാൻ കൊണ്ടുപോയി എന്ന് പറയുന്നു. ആ ഒരു മലയിലാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. അവിടെയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. അപ്പം പ്രവാഹമല എന്ന് നമ്മൾ പറയും, മൗണ്ട് ഓഫ് പ്രിസിപ്പൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അവിടെ നമുക്ക് ദേവാലയം ഒന്നുമില്ല, പക്ഷേ ഇവിടെ മാത്രം നമുക്ക് ദേവാലയം ഉള്ളൂ. ഇത് ദേവാലയമല്ല, ഇതിൻ്റെ ദേവാലയം അതിൻ്റെ തൊട്ട് മേലെയാണ്. ഇതാണ് സിനഗോഗിൻ്റെ അവശിഷ്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഉയർത്തിയിരിക്കുന്ന ഒരു ദേവാലയമാണ് ഇത്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന അനുസരിച്ച് എല്ലാവരും വിചാരിക്കുന്ന ഈശോനെ തള്ളിയിടാൻ നോക്കിയ മല, അല്ലെങ്കിൽ ആ ഒരു മലയെന്ന് പറയുമ്പോൾ എല്ലാവരും പരീക്ഷണ മല മാത്രമേ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുള്ളൂ. പക്ഷെ ഈശോനെ ഏറ്റവും ആദ്യം തള്ളിയിടാൻ നോക്കിയത് ഇവിടെ വെച്ചാണ്, നസ്രത്തിൽ വെച്ചാണ്. ഈശോയുടെ പരിസ്ഥിതിജീവിതം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ തിരുവചനത്തിൽ വായിച്ചതുപോലെ ഈശോനെ അവര് തള്ളിയിടാൻ നോക്കുകയും പക്ഷെ ആർക്കും പിടികൊടുക്കാതെ ഈശോ അവിടുന്ന് ആൾക്കൂട്ടത്തിനിടയിലൂടെ നടന്നുപോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് നമ്മൾ ഈശോനെ കാണുന്നത് കഫർനഹൂമിലാണ്, ഗലീലയിലാണ്. അവിടുന്ന് ഒരു പോക്കായിരുന്നില്ല. നമ്മൾ കാണുന്ന ഇസ്രായേൽ പൊളിറ്റിക്കൽ ഇസ്രായേലാണ്. മാപ്പാണെങ്കിൽ പോലും നമ്മൾ കാണുന്നത് പൊളിറ്റിക്കൽ മാപ്പാണ്. ബിബ്ലിക്കലായിട്ട് നമ്മൾ ഈ വിശുദ്ധ നാടിനെ, ഇസ്രായേലിനെ നോക്കി വീക്ഷിക്കുമ്പോൾ 3 റീജിയൻ ആയിട്ടാണ് ഇസ്രായേലിനെ തിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണെന്നറിയാവോ? ജൂദയ, സമറിയ, ഗലീലി. അതിലെ ഗലീലി റീജിയനിലൂടെയാണ് നമ്മൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സഞ്ചരിക്കുന്നത്. മൗണ്ട് ഓഫ് പ്രിസിപ്പൈസ്, പ്രവാഹമല. ക്രിസ്തീയ പാരമ്പര്യത്തിൽ നിന്നാണ് മൗണ്ട് ഓഫ് പ്രിസിപ്പൈസ് എന്ന പേരിന്റെ ഉത്ഭവം. വടക്കൻ ഇസ്രായേലിലെ നസ്രത്തിന്റെ പ്രാന്തപ്രദേശമാണ് മൗണ്ട് പ്രിസിപ്പിസ്, ലീപ് മൗണ്ട് അല്ലെങ്കിൽ മൗണ്ട് ഓഫ് പ്രിസിപ്പിറ്റേഷൻ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുവിന്റെ നസ്രത്ത് സന്ദർശനത്തെക്കുറിച്ചും സിനഗോഗിൽ പോയതിനെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു: കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ അവരോട് പറയാൻ തുടങ്ങി: നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ഇതിലൂടെ ഈശോ ദൈവപുത്രനായ മിശിഹയാണെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. സിനഗോഗിലെ അധികാരികൾ യേശുവിന്റെ ധീരതയിൽ രോക്ഷാകുലരാകുകയും കോപാകുലരായി ജനക്കൂട്ടം തടിച്ചുകൂടുകയും ചെയ്തു. അങ്ങനെ പ്രവാഹമലയുടെ പർവ്വതത്തിന്റെ പാറക്കെട്ടുകളിൽ നിന്ന് യേശുവിനെ എറിയാൻ ഉദ്ദേശിച്ച് നസ്രത്തിൽ നിന്ന് അവനെ പുറത്താക്കി. പിന്നീട് അവരുടെ ഇടയിലൂടെ നടന്ന് അവൻ അവിടം വിട്ടുപോയി. 2009 മെയ് മാസത്തിൽ ബെനഡിക്ട് 16-ാമൻ മാർപ്പാപ്പ വിശുദ്ധ ഭൂമി സന്ദർശിക്കുകയും മൗണ്ട് പ്രിസിപ്പീസിന്റെ പടിഞ്ഞാറൻ ചെരിവുകളിൽ ഒരു പൊതു കുർബാന നടത്തുകയും ചെയ്തു.
ഇംഗ്ലീഷിൽ പ്രിസിപ്പൈസ് എന്നാൽ വളരെ കുത്തനെയുള്ള ഒരു പാറക്കെട്ട് എന്നാണ് അർത്ഥം. ഇത് നസ്രത്തിലെ ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. നഗരത്തിന്റെയും ചുറ്റുമുള്ള ഗ്രാമപ്രദേശങ്ങളുടെയും വിശാലമായ കാഴ്ചകൾ ഇവിടെ കാണാം. നസ്രത്തിലെ ഇന്നത്തെ ഭൂപ്രകൃതി അനുസരിച്ച് ഈ മലയാണ് നസ്രത്തിലെ ഏറ്റവും ഉയർന്ന മല. ഗലീലിയുടെ ഒരു നല്ല ശതമാനം, ഗലീലി ഏരിയയുടെ ഒരു നല്ല ശതമാനം നമുക്ക് കാണാം. നേരെ ഇവിടെ നമ്മൾ കാണുന്നത് താബോർ മലയാണ്. ഓക്കെ, അപ്പോൾ നസ്രത്തിന്റെ 360 ഡിഗ്രിയിലുള്ള വ്യൂ, നസ്രത്ത് പട്ടണം മൊത്തമാണ് നമ്മൾ ഈ സൈഡിൽ കാണുന്നത്. ഈ സൈഡ് മൊത്തം ഗലീലി, ലോവർ ഗലീലിയുടെ ഭാഗമാണ്. 400 കുടുംബങ്ങളുള്ള ഒരു കൊച്ചു പട്ടണമായിരുന്നു നസ്രത്ത്. അവർക്ക് പൊതുവായി പ്രാർത്ഥിക്കാനായി ഒരു സിനഗോഗായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവർ സ്ഥിരമായി വെള്ളം എടുത്തിരുന്ന സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അതിൽ കന്നുകാലികളെ അടക്കം വെള്ളം കുടിപ്പിക്കാനായി ഒന്നിച്ചു കൂട്ടിയ സ്ഥലങ്ങളുമുണ്ട്. മാതാവും മറ്റ് സ്ത്രീജനങ്ങളും സ്ഥിരമായി വെള്ളം എടുത്തിരുന്ന ഒരു ഉറവയുള്ള ദേവാലയത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതുമാത്രമല്ല, നസ്രത്തിലെ മറ്റൊരു മംഗളവാർത്താ ദേവാലയം കൂടിയാണിത്. യാക്കോബിന്റെ അപ്പോക്രിഫൽ സുവിശേഷവുമായി ബന്ധപ്പെട്ട പാരമ്പര്യമനുസരിച്ച് മാതാവ് സ്ഥിരമായി വെള്ളം എടുത്തിരുന്ന ഉറവയിൽ വെച്ചിട്ടാണ് ആദ്യമായി ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നത്. ദേവദൂതനാണെന്ന് മാതാവിന് മനസ്സിലായില്ല. അവിടെ നിന്ന് ഭയന്ന് സ്വന്തം വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് രണ്ടാമത് പ്രത്യക്ഷപ്പെടുന്നത്. അതിനുശേഷം മംഗളവാർത്താ സന്ദേശം കൈമാറുകയും ചെയ്തു. ഇതാണ് ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ദി അനാൻസിയേഷൻ. പള്ളിയുടെ ചുവരുകളിലും മേൽക്കൂരകളിലും ആധുനിക അലങ്കാര ചുവർ ചിത്രങ്ങൾ കാണാം. മധ്യകാലഘട്ടത്തിലെ ഭൂഗർഭ ചാപ്പലിലേക്ക് ഇന്നത്തെ പള്ളിക്കുള്ളിൽ നിന്ന് 7 പടികൾ ഇറങ്ങിയാണ് പ്രവേശിക്കാൻ കഴിയുക. ഇവിടെയാണ് മാതാവിന്റെ കിണർ അഥവാ മേരീസ് വെൽ ഉള്ളത്. 12-ാം നൂറ്റാണ്ടിൽ കുരിശുയുദ്ധക്കാർ നിർമ്മിച്ച ഈ താഴ്ന്ന നെൽവറയിലേക്കുള്ള വഴിയിൽ 10 മീറ്റർ നീളവും 3.3 മീറ്റർ വീതിയും 3.5 മീറ്റർ ഉയരവുമുള്ള അർമേനിയൻ ടൈൽ വർക്കുകൾ കാണാൻ സാധിക്കും. കിഴക്കൻ ഓർത്തഡോക്സ് വിശ്വാസമനുസരിച്ച് കന്യകാമറിയം ഇവിടെ നിന്നാണ് വെള്ളം കോരിയിടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കന്നുകാലികൾക്കും ആടുകൾക്കുമായി മാതാവിന്റെ കിണറിൽ നിന്നുള്ള ഒരു ചെറിയ ചാല് ഇതിലേക്കും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഈശോ പഠിപ്പിക്കാനും പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനുമായി വന്നിരുന്ന സിനഗോഗ്, ഈശോയെ തള്ളിയിടാൻ ശ്രമിച്ച പ്രവാഹമല മൗണ്ട് ഓഫ് പ്രിസിപ്പൈസ്,
മാതാവിന് മംഗളവാർത്ത നൽകാനായി ഗബ്രിയേൽ മാലാഖ ആദ്യം പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തെ ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയം, മാതാവിന്റെ കിണർ എന്നിവയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത്. ഗലീലയിലെ തുടർ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.